Good afternoon. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂക്ലിയർ ഫിസിക്സിലെ ഷെൽ മോഡൽ ആയിരുന്നല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് അതിൽ നമ്മൾ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കാണുന്നില്ലടാ? ഹലോ, കാണുന്നുണ്ട്. സ്റ്റെപ്പിലല്ലേ? ഒന്നുകൂടിയും ചെയ്യാത്താൽ നന്നായിരുന്നു. കാണുന്നുണ്ട്. ഓക്കെ, ആ സ്ക്രീനെ ഫില്ലാക്കി വെച്ചാൽ മതി. ഓക്കെ. സോ നമ്മൾ ഇന്നലെ ഷെൽ മോഡൽ ആണല്ലേ ഡിസ്കസ് ചെയ്തത്. ഷെൽ മോഡൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വി എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് മാജിക് നമ്പേഴ്സ് ബൈ ഷെൽ മോഡൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ. സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? മാജിക് നമ്പേഴ്സിന്റെ എക്സിസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഏതൊക്കെയായിരുന്നു മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്? 2, 8, 20, 28, 50, 82, and 126. So these are the magic numbers. Okay, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഒരു മേജർ ഡിഫറൻസ് എന്തായിരുന്നു എനർജി സ്റ്റേറ്റ്സിലുള്ളത്? When we consider the spin orbit interaction, the energy levels split. എനർജി ലെവൽസ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ സ്പ്ലിറ്റിങ്ങും നമ്മൾ എന്ത് ചെയ്തു? നല്ല ഡിസ്കസ് ചെയ്തു. സോ അതാണ് ഇവിടെ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ. ഫസ്റ്റ് 1s ഓർബിറ്റലിന്റെ എന്തില്ല? ഒരു സ്പ്ലിറ്റിങ്ങും ഇല്ല. കാരണം എന്താണ്? അതിന് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഇല്ല. എത്രയാണ്? L is equal to 0 ആണ്. We know that splitting കാണാനുള്ള ഇക്വേഷൻ എന്താണ്? J is equal to modulus of L plus or minus S, where L is the orbital quantum number and S is the spin quantum number. സോ അപ്പൊ ഇതില് L എന്താണ്? S ഷെല്ലിന്റെ കേസിൽ L 0 ആയതുകൊണ്ട് അതിന് സ്പ്ലിറ്റിംഗ് ഇല്ല. Then p orbitalന്റെ L value is equal to 1 ആണ്. So it is split into p3/2 and p1/2. So അതിൽ നമ്മൾ പറഞ്ഞിരുന്നു L plus S എന്ന് പറയുന്നതിന് ലോ എനർജി ആയിരിക്കും ആൻഡ് L minus S ഹാസ് ഹൈ എനർജി. അതുകൊണ്ടാണ് നമ്മൾ p1/2 മുകളിലും p3/2 താഴെയും എഴുതിയത്. ബിക്കോസ് L plus S ഹാസ് ലോ എനർജി ആൻഡ് L minus S ഹാസ് ഹൈ എനർജി. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഓരോതിന്റെയും എഴുതി. ഡി ഓർബിറ്റലിന്റെ സ്പ്ലിറ്റിംഗ് പറഞ്ഞു. സോ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എങ്ങനെയാണ് ഇത് എഴുതുന്നത്? എനർജി ലെവൽസ്. സോ ഇതിന്റെ എങ്ങനെയാണ്? SPDFG ഇങ്ങനെയാണല്ലേ വരുന്നത്. എസ് ഷെല്ല്, പി, ഡി, എഫ്, ജി. ദെൻ അതിൽ എങ്ങനെയാണ് വരുന്നത്? ആദ്യം എസിന് സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല. എസ് ദെൻ എന്ത് ചെയ്യുന്നു? പി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് SPP. പി 3/2 p1/2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ഡി 5/2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡി രണ്ടെണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിന്റെ ഇടയിൽ ആര് വരുന്നുണ്ട്? എസ് വരുന്നുണ്ട്. അതായത് 2s 1/2 വരുന്നുണ്ട്. സോ SPP D. ദെൻ അടുത്ത ആരാണ് വരുന്നത്? എഫ്. ഓക്കെ, എഫ് ഇതുപോലെ രണ്ടെണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ആര് വരുന്നുണ്ട്? 2pന്റെ p3/2 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഓർഡർ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ഒരു ന്യൂക്ലിയർ തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പിന്നും പാരിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കിയാലും ഗേറ്റ് നെറ്റ് ഏതായാലും നമുക്ക് എന്താണ്? ഒരു ന്യൂക്ലിയർ തന്നിട്ട് അതിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണ്ടാവും. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ എനർജി സ്റ്റേറ്റ് വെച്ചിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റണം. സോ ഈ ഓർഡർ നമ്മൾ ജസ്റ്റ് നോക്കുക. ഇങ്ങനെ SPPDS നമുക്ക് അതൊരു ഗ്രൂപ്പ് ആക്കാം. സ്പഡ്സ്. ഓക്കെ, ദെൻ DFP. SPPDS സ്പഡ്സ്, ദെൻ DFP. പിന്നെ എന്താ പറയുന്നത്? DFP കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഓക്കെ എഫ് രണ്ടെണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത EP, പിന്നെ G. അറ്റ്ലീസ്റ്റ് ഇത്ര വരെയെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അത് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ അത് എന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം. സ്പഡ്സ്, DFP, FPG. ഓക്കെ, ഇതാണ് ഓർഡർ. അപ്പൊ ഇതിൽ നമ്മൾ ഓരോ ഷെല്ലിലും എത്ര ന്യൂക്ലിയോൺസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് അത് കാണാനുള്ള ഇക്വേഷൻ? ഹൗ മെനി ന്യൂക്ലിയോൺസ് വൺ ഷെൽ ക്യാൻ അക്കോമഡേറ്റ്? നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് അത് കണ്ടെത്തിയത്? Yes, 2j plus 1. അല്ലെ? So 2j plus 1 is the number of nucleons that can accommodate in a particular energy state.
ഇപ്പൊ P3/2 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ എത്ര ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അതിന്റെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് ബൈ യൂസിങ് ദ ഇക്വേഷൻ 2J+1. So this 2J+1 is ഈ 2J+1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ദ മൾട്ടിപ്ലിസിറ്റി. അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? മൾട്ടിപ്ലിസിറ്റി. സപ്പോസ് നിങ്ങളോട് അങ്ങനെ മേ ബി അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. എന്താണ്? ഒരു എനർജി സ്റ്റേറ്റിന്റെ എന്താണ് മൾട്ടിപ്ലിസിറ്റി കണ്ടെത്താൻ പറയുക. മേ ബി എന്താണ്? ഒരു D5/2. വാട്ട് ഈസ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി എനർജി സ്റ്റേറ്റ്? D5/2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടെത്തേണ്ടത്? 2J+1. D5/2ന്റെ J വാല്യൂ എത്രയാണ്? What is the J value of D5/2? 5/2. The value is 5/2 because it is the total angular momentum quantum number. So, നമ്മൾ എന്ത് ചെയ്തു? Just value substitute ചെയ്യുന്നു. 2 into 5/2 plus 1. 2 get cancelled. We will get 6. What is the meaning of this 6? The 6 means 6 nucleons can accommodate in the energy state D5/2. D5/2 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ 6 ന്യൂക്ലിയോൺസിന് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് മൾട്ടിപ്ലിസിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 2J+1 where J is the total angular momentum quantum number. That is, it is the number of nucleons that can accommodate in a state. ഓക്കെ, ഇനി നമുക്ക് ഈ എനർജി സ്റ്റേറ്റുകൾ ഇതാവുന്ന എഴുതി നോക്കാം. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് ആ ഓർഡർ. എന്താണ്? SP, DS, DFP ആൻഡ് FP. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് ഷെൽ 1s 1/2. എസിൽ എത്ര ന്യൂക്ലിയോൺസ് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 2. ദെൻ P3/2. P3/2 മാക്സിമം 4 ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ P1/2, അതിൽ 2. ഇതൊക്കെ നമ്മൾ ഇന്നലെ എന്താണ് പ്രോബ്ലം വൈസ് ചെയ്തതാണ്. ഓരോന്നിലും എത്ര ന്യൂക്ലിയോൺസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, ദെൻ D5/2 6 ന്യൂക്ലിയോൺസ് ആൻഡ് ദെൻ അതിന്റെ അടുത്ത് ആര് വന്നു? എസ് വീണ്ടും വന്നു, 2s. ഓക്കെ, ദെൻ D3/4 4 ന്യൂക്ലിയോൺസ്. ഇങ്ങനെ ഇതെന്താണ്? ഇത് നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഈ ഒരു സ്റ്റെപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ന്യൂക്ലിയൈ ചോദിച്ചാൽ നമുക്ക് ന്യൂക്ലിയൈന്റെ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും ക്വസ്റ്റ്യനിൽ തരും. സോ അത് തന്നു കഴിഞ്ഞാൽ ഏതൊരു ന്യൂക്ലിയൈന്റെയും സ്പിൻ ആൻഡ് പാരിറ്റി വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ്. ബട്ട് എന്താണ്? നമുക്ക് ഈ ഓർഡർ അറിയണം. എനർജി ലെവൽസിന്റെ P3/2 ആണോ ആദ്യം, അതോ P1/2 ആണോ? ദെൻ P3/2 എത്ര ന്യൂക്ലിയൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, P1/2 എത്ര ന്യൂക്ലിയൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 1f വരെയെങ്കിലും എല്ലാവരും ഓർഡർ പഠിച്ചിരിക്കണം. ഓക്കെ, ന്യൂക്ലിയോൺസിന്റെ എണ്ണം നമുക്ക് ഈക്വേഷൻ വെച്ച് കണ്ടെത്താൻ ചെയ്ത് 2J+1. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. ബട്ട് ദാറ്റ് ഓർഡർ ഓഫ് എനർജി ലെവൽസ്, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽസ്, എനർജി ഏറ്റവും കുറഞ്ഞതിൽ നിന്നും കൂടി വരുന്ന ആ ഓർഡർ വി ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് Spuds, FPF, Spuds, DFP, ആ ഓർഡർ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ന്യൂക്ലിയർ സ്പിൻ ആൻഡ് പാരിറ്റി. എന്താണ് ഒരു ന്യൂക്ലിയസിന്റെ സ്പിൻ ആൻഡ് ഒരു ന്യൂക്ലിയസിന്റെ പാരിറ്റി എന്ന് പറയുന്നത്? Okay, spin, it is represented by the letter I and it is the total angular momentum quantum number. അത് എന്താണ്? ഒരു ന്യൂക്ലിയസിന്റെ സ്പിൻ എന്ന് പറയുന്നത് അതിൽ ആ ന്യൂക്ലിയസിന്റെ ടോട്ടൽ ആംഗുലർ ക്വാണ്ടം നമ്പർ തന്നെയാണ്. ദാറ്റ് ഈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള J തന്നെയാണ് ഒരു ന്യൂക്ലിയൈന്റെ എന്താണ് ടോട്ടൽ സ്പിൻ അല്ലെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. മേ ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം സ്പിൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആരെ തന്നെയാണ് കണ്ടെത്തേണ്ടത്? Jനെ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എങ്ങനെ തന്നെ തരും? ടോട്ടൽ ആംഗുലർ മൊമെന്റം. ഇങ്ങനെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും we have to find out the value of J. Okay, then we know that J is quantized. J എന്ന് പറയുന്നതാണ് ക്വാണ്ടൈസർ ആണ്. ദാറ്റ് മീൻസ് അതിന് എല്ലാ വാല്യൂസും പോസിബിൾ ആണോ? ആംഗുലർ മൊമെന്റത്തിന് എല്ലാ വാല്യൂസും പോസിബിൾ അല്ല. ആകെ 2 വാല്യൂസേ പോസിബിൾ ഉള്ളൂ. ബിക്കോസ് we know that J is equal to modulus of L plus or minus S ആണ്. J എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് L plus or minus S ആണ്. അതായത് Jക്ക് ഏത് 2 വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ? L plus S ഉം L minus S ഉം. ഈ 2 വാല്യൂസ് മാത്രമേ Jക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. സോ J is quantized. ഓക്കെ, ആ പോയിന്റ് ഓർക്കണം. J ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി 2 പോസിബിൾ വാല്യൂസ് വിച്ച് ആർ ദ L plus S and L minus S. What is L? L is the orbital angular momentum and S is the spin angular momentum or spin quantum number. Okay, so അപ്പൊ എന്താണ് നമ്മൾ
സ്പിൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു സ്പെക്ട്രൽ ടേമിനെ ഹൗ വി ക്യാൻ റെപ്രസെന്റ് എ സ്പെക്ട്രൽ ടേം. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഒരു ന്യൂക്ലിയർ തന്നു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇതാ A2J+1J, ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ബേസിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതില് J എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് L + or - S ആണ്. ആൻഡ് 2J+1 ഈസ് ദ മൾട്ടിപ്ലിസിറ്റി. ഇതിന്റെ പേരെന്താണ്? മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, ഇപ്പൊ നോക്കി ഇവിടെ ഒരു എന്താണ് സ്പെക്ട്രൽ ടേം തന്നിട്ടുണ്ട്. ഇതാ P3/2 4. ഇങ്ങനെ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്താണ്? ഇതിൽ എന്താണ് P, വാട്ട് ഈസ് 3/2 ആൻഡ് വാട്ട് ഈസ് 4? ഇത് ഓരോന്നും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, സോ P എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? എനർജി സ്റ്റേറ്റ് ആണ്. ഇതിന്റെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? P ആകുമ്പോൾ L = 1 ആണ്. ഇനി എന്താണ് ഈ 3/2 എന്ന് പറയുന്നത്? ഈ 3/2 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ടോട്ടൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ്. J ആണ്. നമുക്ക് ആ തന്നിട്ടുള്ളത് എന്താണ്? J ആണ്. J = മോഡുലസ് ഓഫ് അതാണ് നമുക്കറിയാം. ഇനി ഈ മുകളിലത്തെ ഈ നമ്പർ എന്താണ്? ഈ 4 എന്ന് പറയുന്നത് എന്താണ്? ആ എനർജി സ്റ്റേറ്റിന്റെ മൾട്ടിപ്ലിസിറ്റി ആണ്. ദാറ്റ് ഈസ് ഈ 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2J+1 ഈക്വൽ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2J+1. സോ ഇങ്ങനെ ഒരു ടേം തന്നു കഴിഞ്ഞാൽ അതിൽ ഓരോന്നും എന്താണെന്ന് നമുക്കറിയണം. ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഞാൻ പറഞ്ഞു എന്താണ്? 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2J+1. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ J എന്ന് കണ്ടു നോക്കിയേ. സോ 2J = 4 - 1 എന്ന് വരും. ദാറ്റ് ഈസ് 3. സോ J = 3/2. നോക്കിയേ, നമുക്ക് ഇവിടുത്തെ J എന്ന് പറയുന്നത് 3/2 തന്നെയല്ലേ? P 3/2 4 അല്ലേ? സോ J = 3/2. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് J കണ്ടെത്താം. അതായത് നമ്മൾ കണ്ടെത്തിയ J കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ? സോ ഇതാണ് ഒരു സ്പെക്ട്രൽ ടേമിന്റെ എന്താണ്? ബേസിക് റെപ്രസെന്റേഷൻ. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നൗ ഇപ്പൊ നമ്മൾ സ്പിൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു. നൗ വി ഹാവ് ടു ലുക്ക് വാട്ട് ഈസ് പാരിറ്റി. എന്താണ് ഒരു ന്യൂക്ലിയറിന്റെ പാരിറ്റി എന്ന് പറയുന്നത്? സോ പാരിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ മിറർ റിഫ്ലക്ഷൻ. ഓക്കെ, പാരിറ്റി refers to the behavior of a wave function upon reflection of the space coordinate. ഇപ്പൊ നമ്മള് ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ച സമയത്തിൽ എന്താണ്? സൈൻ കോസ്, സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഈസ് എന്താണ്? sin of -x = -sin x ആണ്. സോ സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ദെൻ കോസ് ഓഫ് -x എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോസ് x തന്നെയാണ്. സെയിം സംഭവം, ആ ലോജിക്ക് തന്നെ ഇവിടെയും. ഏതാണ്? സൈ ഓഫ് -r എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് സൈ ഓഫ് r തന്നെ ഈക്വൽ ആണെങ്കിൽ അത് ആ വേവ് ഫംഗ്ഷൻ ഈവൻ പാരിറ്റി ഉള്ള ഒരു വേവ് ഫംഗ്ഷൻ ആണ്. ഈവൻ പാരിറ്റി നമ്മൾ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ പ്ലസ് സൈൻ. ഈവൻ പാരിറ്റി ആണെങ്കിൽ അത് നമ്മൾ പ്ലസ് വെച്ചിട്ടാണ് റെപ്രസെന്റ്. ഇനി ഒരു വേവ് ഫംഗ്ഷൻ അതിന്റെ സൈ ഓഫ് -r എന്ന് പറയുന്നത് -സൈ ഓഫ് r ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ആൻ ഓഡ് പാരിറ്റി. അത് എന്ത് പാരിറ്റി ആണുള്ളത്? ഓഡ് പാരിറ്റി. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ നെഗറ്റീവ് സൈൻ. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് മിറർ റിഫ്ലക്ഷൻ, നമ്മൾ റൈറ്റ് ഹാൻഡ് നമ്മൾ മിററിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ലെഫ്റ്റ് റൈറ്റ് അല്ലെ? അതുപോലെ നേരെ തിരിച്ചു കഴിച്ചാൽ ഓപ്പോസിറ്റ്. സോ ഈ ഒരു മിറർ റിഫ്ലക്ഷൻ, ഒരു വേവ് ഫംഗ്ഷന്റെ മിറർ റിഫ്ലക്ഷൻ ബിഹേവിയർ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ പാരിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ, സെയിം തന്നെയാണ് കിട്ടുന്നെങ്കിൽ ഈവൻ പാരിറ്റി, മേ ബി അത് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ഓഡ് പാരിറ്റി. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ബൈ യൂസിങ് പ്ലസ് ആൻഡ് മൈനസ്. For even parity, it is plus, and for odd parity, it is minus. Okay, now how to find out the spin and parity? ഇനി ഓക്കെ, നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പിന്നും പാരിറ്റിയും കണ്ടെത്തുക എന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കേസാണ് ഓഡ് ഈവൺ. എന്താണ് ഇങ്ങനെ ഓഡ് ഈവൺ എന്ന് പറഞ്ഞാൽ? ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ നോക്കുക. ലിഥിയം 3.7 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതില് എന്താണ്? പ്രോട്ടോണിന്റെ എണ്ണം 3 ആണ്. ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെയാ കാണാ? ആറ്റോമിക് നമ്പർ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. 7 - 3 = 4. അതൊരു ഈവൺ ആണ്. സോ ഇതൊരു ഓഡ് ഈവൺ കേസ് ആണ്.
ഇതൊരു ഓഡ് ഈവൻ കേസ് ആണ്. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയോ എന്ന് പറയുന്ന ഓഡ് ഈവൻ കേസ് ആണ്. ഇനി നോക്കിയേ, ഈവൻ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ ഡിഡ്ന്റ് കോൺട്രിബ്യൂട്ട് ടു ന്യൂക്ലിയർ സ്പിൻ. അതായത് ഈവൻ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ന്യൂക്ലിയർ സ്പിന്നിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ന്യൂക്ലിയർ സ്പിൻ എപ്പോഴും എന്തിന്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്? അൺപെയർഡ് ന്യൂക്ലിയോൺ, അൺപെയർ ആയിട്ട് നിൽക്കുന്ന ന്യൂക്ലിയോൺ. അപ്പൊ ഓടല്ലേ അൺപെയർ ആയിട്ട് നിൽക്കുള്ളൂ, ഇവൺ എങ്ങനെയാലും പെയർഡ് ആയിട്ടല്ലേ നിൽക്കുക. സോ അപ്പൊ നമ്മൾ ഇതിൽ ആരെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ആരാണ് ഓടായിട്ടുള്ളത്? വെദർ ഇറ്റ് മേ ബി പ്രോട്ടോൺ ഓർ ഇറ്റ് മേ ബി ന്യൂട്രോൺ. ഒരു കേസിൽ ചില ന്യൂക്ലിയർ ചിലപ്പോ ന്യൂട്രോൺ ആവും ഓട്, ചിലതിൽ പ്രോട്ടോൺ ആവും ഓട്. അപ്പൊ ആരാണ് ഓടായിട്ട് നിൽക്കുന്നത്? ആ ഓടായിട്ട് നിൽക്കുന്ന ആളെയാണ് നമ്മളെ എനർജി സ്റ്റേറ്റിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ബിക്കോസ് അതാണ് ആ ന്യൂക്ലിയന്റെ സ്പിന്നിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ആ ന്യൂക്ലിയന്റെ സ്പിൻ ആൻഡ് പാരിറ്റിയിലേ കണ്ടത്. അപ്പൊ ഓടായിട്ട് നിൽക്കുന്നത് ആരാണോ അവരെ എന്ത് ചെയ്യുക? എനർജി സ്റ്റേറ്റിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഓടായിട്ട് നിൽക്കുന്നത് നമ്മളുടെ പ്രോട്ടോൺ ആണ്. ബിക്കോസ് n=3. ഓക്കെ, n=3. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മളുടെ എനർജി സ്റ്റേറ്റിലേക്ക് ഫിൽ കൊടുക്കണം. പിന്നെ കേസ് ചെയ്യാം. മൂന്ന് പ്രോട്ടോൺ ഉണ്ട്. ഈ 3 പ്രോട്ടോണെ നമുക്ക് എന്ത് ചെയ്യാം? എനർജി സ്റ്റേറ്റിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ആദ്യം നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ആദ്യം ഉള്ളത് ആരാണ്? 1s 1/2 അല്ലെ, 1s 1/2. ഈ 1s 1/2 എനർജി സ്റ്റേറ്റിൽ നമുക്ക് മാക്സിമം എത്ര ന്യൂക്ലിയോണിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 1s 1/2 നമുക്ക് മാക്സിമം 2 ന്യൂക്ലിയോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വീണ്ടും ഇവിടെ എത്ര ആൾക്കാരുണ്ട്? മൊത്തം 3 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പൊ 2 എണ്ണത്തിന് നമ്മൾ 1s 1/2 ഫിൽ ചെയ്തു. ഇനി അടുത്ത നമ്മളുടെ ഷെൽ എന്ന് പറയുന്നത് ഇതാണ്, 1p3/2 ആണ്. മാറിപ്പോവരുത്, 1p 1/2 അല്ല, 1p 3/2 ആണ്. ഈ 1p 3/2 നമുക്ക് മാക്സിമം 4 ന്യൂക്ലിയോൺസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ ഇനി എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. സോ 1p 1 3/2. ഓക്കെ, സോ ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ എഴുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എനർജി സ്റ്റേറ്റ്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? 1s 1/2, ദിസ് ഇസ് 1s 1/2 ആൻഡ് 1p 3/2. ഇത് 1p 1/2. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോൺസിനെ ഫില്ല് ചെയ്യുന്നു. എങ്ങനെ? 1s 1/2 2 ന്യൂക്ലിയോണും നമ്മുടെ 1p 3/2 ഇത് 1s 1/2 ആൻഡ് ദിസ് ഇസ് 1p 3/2. ഇങ്ങനെയല്ലേ? ഓക്കെ, 3 ന്യൂക്ലിയോൺസിന് എന്ത് ചെയ്തു? എനർജി സ്റ്റേറ്റിൽ ഫില്ല് ചെയ്തു. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? സ്പിൻ ആൻഡ് പാരിറ്റി. ന്യൂക്ലിയന്റെ സ്പിൻ എന്താണ്? ഇതിന്റെ പാരിറ്റി എന്താണ്? അല്ലെ? സോ സ്പിൻ കാണാൻ എങ്ങനെയാണ് സ്പിൻ കാണാം? സ്പിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്പിൻ ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ജെ വാല്യൂ ആണ് സ്പിൻ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഏത് ജെ വാല്യൂ? ഇവിടെ നോക്കിയേ, 2 ഷെല്ലുണ്ട്, രണ്ടിനും ജെ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഏത് ജെ വാല്യൂ? സ്പിൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെല്ലിലെ ന്യൂക്ലിയോൺ എന്താണ്? ലാസ്റ്റ് ന്യൂക്ലിയോണിനെ ഏത് ഷെല്ലിലാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് ആ ഷെല്ലിന്റെ ജെ വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പിൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ 3 ന്യൂക്ലിയോൺ ഉണ്ട്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ന്യൂക്ലിയോണിനെ നമ്മൾ ഏത് ഷെല്ലിലാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്? 1p 3/2. സോ അതിന്റെ ജെ വാല്യൂ ആണ് ഈ ന്യൂക്ലിയന്റെ സ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ന്യൂക്ലിയോണിനെ ഏത് ഷെല്ലിലാണോ ഫില്ല് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ സ്പിൻ ഓഫ് ദി that particular nucleus. So here J is equal to 3/2. J is equal to 3/2. Okay, ano? Here. Sorry, the next question. Ano? Okay, J is equal to 3. J is equal to 3/2. 1 second. Order change. Okay, J is equal to 3/2. സ്പിൻ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. സ്പിൻ ഇസ് ഈക്വൽ ടു 1/3/2 എന്ന് കിട്ടി. ദെൻ പാരിറ്റി കാണാൻ ഇക്വേഷൻ. പാരിറ്റി ഇസ് ഈക്വൽ ടു പാരിറ്റിയെ നമുക്ക് പൈ വെച്ചും റെപ്രസെന്റ് ചെയ്യാം, പി വെച്ചും റെപ്രസെന്റ് ചെയ്യാം. സോ ദാറ്റ് പാരിറ്റി ഇസ് ഈക്വൽ ടു -1 raised to L. -1 raised to L ആണ്. പാരിറ്റി ഇസ് ഈക്വൽ ടു -1 raised to L, where L is the orbital quantum number.
അപ്പൊ ഇവിടെ നമ്മളുടെ ലാസ്റ്റ് ന്യൂക്ലിയോൺ പോയിട്ടുള്ളത് ഏത് ഷെല്ലിലാണ്? P3/2 ഷെല്ലിലാണ്. പിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ ഇവിടുത്തെ പാരിറ്റി എന്ന് പറയുന്നത് -1 എല്ലിന്റെ വാല്യൂ 1 -1 എന്ന് പറയുന്നത് എത്രയാണ്? -1 തന്നെയാണ്. ദാറ്റ് ഈസ് നെഗറ്റീവ്. സോ ദിസ് ന്യൂക്ലിയർ ഹാവ് ഓഡ് പാരിറ്റി. ദിസ് ന്യൂക്ലിയസ് ഹാവ് ഓഡ് പാരിറ്റി. ഇപ്പൊ നമുക്ക് സ്പിന്നും കിട്ടി, പാരിറ്റിയും കിട്ടി. ഇനി അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സ്പിൻ ആൻഡ് പാരിറ്റി ഈസ് ഈക്വൽ ടു 3/2 minus 3/2 minus. So this is the spin and parity of lithium 37. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഏത് കേസിലാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓഡ് ഇവൺ കേസ്. അതായത് എന്താണ്, ഒന്ന് ഓടും ഒന്ന് ഇവണും ആകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്? സ്പിൻ ആൻഡ് പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അങ്ങനെയാണ് ണ്ടോ നോക്കിയേ. കാർബൺ 6 എന്ത് എണ്ണം 6 ഇവൺ ആണ്. ന്യൂട്രോൺ എങ്ങനെ കണ്ടത്? 13 - 6 മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് 7, ദാറ്റ് ഈസ് 4. അപ്പൊ ഇവിടെ ആരെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഇതും ഒരു ഓഡ് കേസ് ആണ്. ഇവിടെ ഓർഡിനർക്കാണ്, ന്യൂട്രോണിനാണ്. സോ ഇവിടെ നമ്മൾ ന്യൂട്രോണിനെയാണ് എനർജി സ്റ്റേറ്റിലേക്ക് ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ ഓക്കെ, നമുക്ക് എന്തെഴുതാം? കോൺഫിഗറേഷൻ എഴുതാം. ആദ്യം 1s 1/2, അതിൽ എത്ര ആൾക്കാരെ കൊള്ളും? 2. ദെൻ നെക്സ്റ്റ് എനർജി സ്റ്റേറ്റ് 1p 3/2, 3/2 മാക്സിമം 4. ഇപ്പൊ എത്രയായി? 4 + 2 6 ആയി. നമുക്ക് എത്ര ആൾക്കാരുണ്ട്? 7 ന്യൂക്ലിയോൺ ഉണ്ട്. സോ അടുത്ത ഷെല്ലിലേക്ക് പോവുക. 1p 1/2 ആണ് അടുത്ത ഷെൽ. അതിൽ എത്ര ആള്? 1. ഓക്കെ, അതില് 1. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? കോൺഫിഗറേഷൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പോലെ എനർജി സ്റ്റേറ്റിൽ ഇത് വരച്ച് നോക്കാം. എന്താണ്? 1s 1/2 2 രണ്ടെണ്ണം വരക്കുക, 1p 3/2 4 വരക്കുക, അടുത്തിൽ 1 വരക്കുക. ഓക്കെ, ഇത്ര എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എന്താണ്? നമ്മുടെ ലാസ്റ്റ് ന്യൂക്ലിയോണ് ഏതിലേക്കാണ് പോയിട്ടുള്ളത്? 1p 1/2 സോ നമ്മളുടെ സ്പിൻ എന്ന് പറയുന്നത്, സ്പിൻ ഈസ് ഈക്വൽ ടു ദ ജെ വാല്യൂ ഓഫ് ദി ലാസ്റ്റ് ഇൻ വിച്ച് ഷെൽ ദ ലാസ്റ്റ് ന്യൂക്ലിയോൺ അക്കോമഡേറ്റഡ്. ഏതാണ്? 1p 1/2. സോ ഹിയർ അവർ സ്പിൻ ഈസ് 1/2. ഓക്കെ, ലാസ്റ്റ് ഷെല്ലിന്റെ ജെ വാല്യൂ. സോ സ്പിൻ ഈസ് ഈക്വൽ ടു 1/2. ദെൻ പാരിറ്റി എങ്ങനെ കണ്ടെത്താം? പാരിറ്റി ഈസ് ഈക്വൽ ടു -1/L ആണ്. ഹിയർ ലാസ്റ്റ് ഷെല്ല് പി ആണ്. പിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പാരിറ്റി. സോ എന്താണ്? കാർബൺ 613ന്റെ സ്പിൻ ആൻഡ് പാരിറ്റി എന്ന് പറയുന്നത് 1/2 മൈനസ്. ഓക്കെ ആണോ? 1/2 മൈനസ്. ഓക്കെ, 1/2 മൈനസ്. ഇനി അതുപോലെ നോക്കിയേ, കോബാൾട്ട് 27 59 27 and 59 അല്ലേ? 27 and 59. ഇതേപോലെ നമ്മുടെ എന്താണ്? പ്രോട്ടോണിന്റെ എണ്ണം 27, ന്യൂട്രോണിന്റെ എണ്ണം 59 - 27. 59 - 27 എത്ര കിട്ടും? 32. ഇതും ഒരു ഓഡ് ഇവൺ കേസ് ആണ്. കേസ് ഏതാണെന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇവൺ കേസ് ഡിസ്കസ് ചെയ്യും, ഓഡ് കേസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓഡ് ഇവൺ കേസിൽ എങ്ങനെയാണ് സ്പിൻ കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് പാരിറ്റി കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഓരോന്നിലും മാറും. സോ അത് ഓർത്ത് വെക്കണം. ഓഡ് ഇവൺ കേസിലാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇവിടെ 32 ആണ്. അതൊരു ഇവൺ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഫിൽ ചെയ്യേണ്ടത് ആരെയാണ്? പ്രോട്ടോണിനെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഓഡ് ആൻഡ് അൺപെയർഡ് ആയിട്ടുള്ള ന്യൂക്ലിയോൺ വരുന്നത് ഇതിലായിരിക്കും, പ്രോട്ടോണിന്റെ എണ്ണത്തിലായിരിക്കും. So we have to write the configuration. Okay, 1s 1/2, 1/2 രണ്ടെണ്ണം കൊടുത്തു. 1p 3/2 മാക്സിമം 4, 1p 1/2 2. Then അടുത്ത വരുന്ന ഏതാണ്? 1d ആണ്. 1d 5/2 മാക്സിമം 6 ന്യൂക്ലിയോൺ വരെ കംപ്ലീറ്റ് ചെയ്യാം. Then അടുത്തത് 2s 1/2 ആണ്. 1d 3/2 അല്ല, 2s അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. 2s മാക്സിമം 2 ന്യൂക്ലിയോൺ. Then next 1d 3/4. ഇപ്പൊ എത്രയായി നോക്കിയേ? 4 4 + 2 6 6 + 2 8 8 + 6 14
14 പ്ലസ് 2 16, 16 പ്ലസ് 4 20, 20 വരെയായി. നമുക്ക് എത്രയാണുള്ളത്? 27. വി ഹാവ് 27 പ്രോട്ടോൺ. സോ ഇനി 7 കൂടി വേണം. സോ 1f, അടുത്ത എനർജി സ്റ്റേറ്റ് ഏതാണ്? 1f 7/2 ആണ്. അതിൽ മാക്സിമം 8 വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 8 ന്യൂക്ലിയൺ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ കൊബാൾട്ട് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 27 ന്യൂക്ലിയോണ് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ എനർജി സ്റ്റേറ്റ്സുകളുടെ ഓർഡർ അറിയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ക്വസ്റ്റ്യൻ. നമുക്കിപ്പോ സ്പിൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അറിയാം, പാരിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ അറിയാം, ബട്ട് നോ യൂസ്. നമുക്ക് എന്തറിയണം? ഈ എനർജി സ്റ്റേറ്റിന്റെ ഓർഡർ അറിയണം. മാത്രമല്ല ഓരോ എനർജി സ്റ്റേറ്റും മാക്സിമം എത്ര ന്യൂക്ലിയോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 കാര്യം മസ്റ്റ് ആയിട്ട് അറിയാതെ നമുക്ക് ഈ പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ തോന്നും, ബട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണല്ലേ, എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ നോക്കിയേ 1f 7/2 ആയപ്പോ എത്രയായി? 27 ന്യൂക്ലിയോൺസിനെ നമ്മൾ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. നൗ നമുക്ക് സ്പിൻ കണ്ടെത്താം. സോ ഇപ്പൊ ഇവിടെ ലാസ്റ്റത്തെ ന്യൂക്ലിയോണിനെ ഫില്ല് ചെയ്തിട്ടുള്ളത് ഏത് എനർജി സ്റ്റേറ്റിലാണ്? 1fലാണ്. 1f 7/2ലാണ്. സോ സ്പിൻ എന്ന് പറയുന്നത് എത്രയാണ്? സ്പിൻ is equal to 7/2. Then parity pi is equal to minus 1 raised to f എന്ന് പറയുന്ന ഷെല്ലിന്റെ L വാല്യൂ എത്രയാണ്? 3 ആണ്. S ന്റേത് 0, P ന്റേത് 1, D ന്റേത് 2 and F ന്റേത് 3. So minus 1 raised to 3 എന്ന് പറയുന്നത് മൈനസ്. So the spin and parity of cobalt is 7/2 minus. നോക്കി എത്ര സിമ്പിൾ ആയിട്ട് കിട്ടി അല്ലെ? 7/2 മൈനസ്. മൈനസ്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ അലൂമിനിയത്തിനും കാണുന്നുണ്ട്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്, ഓഡ് ഈവൻ കേസ് തന്നെയാണ് ഇതും വരുന്നത്. ഓക്കെ, പ്രോട്ടോണ് 13ഉം ന്യൂട്രോണ് 14ഉം. നിങ്ങൾ ചെയ്ത് നോക്കുക, സെയിം വേ തന്നെയാണ്, ഓഡ് ഈവൻ കേസ് തന്നെയാണ്. ഇനി അടുത്ത കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈവൻ കേസാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓഡ് ഈവൻ കേസ് ആണ് ഡിസ്കസ് ചെയ്തത്. നൗ വി ഹാവ് ടു ഡിസ്കസ് ഈവൻ കേസ്. അപ്പൊ അതെന്തായിരിക്കും ഈവൻ കേസ് എന്ന് പറയുന്നത്? അതായത് പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും രണ്ടും എന്താണ്? ഒരു ഈവൻ നമ്പർ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ ആ ന്യൂക്ലിയോണിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി കാണുമെന്നല്ലോ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഓക്സിജൻ 618. നോക്കിയേ, നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് 8, നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഓൾസോ 8. സോ ഞാൻ നേരത്തെ ഓഡ് ഈവൻ കേസിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. സ്പിന്നിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? വിച്ച് ന്യൂക്ലിയോൺ ഡിറ്റർമൈൻ ദ സ്പിൻ? ഓർമ്മയുണ്ടോ? ഏത് ന്യൂക്ലിയോണാണ് സ്പിന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അൺപെയർഡ് ആയിട്ടുള്ള ന്യൂക്ലിയോൺ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ അൺപെയർഡ് ആയിട്ടുള്ള ന്യൂക്ലിയോൺ ഉണ്ടാവോ? പ്രോട്ടോണിന്റെ കേസിലായാലും ന്യൂട്രോണിന്റെ കേസിലായാലും ഇവിടെ രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്. സോ ദാറ്റ് മീൻസ് ഓൾ ന്യൂക്ലിയോൺസ് ആർ പെയർഡ്. എല്ലാ ന്യൂക്ലിയോൺസ് എന്താണ്? പെയർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈവൻ ന്യൂക്ലിയ ആണ് എന്നുണ്ടെങ്കിൽ they have always zero spin. അവർക്ക് എന്തുണ്ടാവില്ല? സ്പിൻ ഉണ്ടായിരിക്കില്ല. കാരണം എന്താ? there is no unpaired nucleon. So they have always zero spin. അവർക്ക് സ്പിന്ന് ഉണ്ടായിരിക്കില്ല. And what about their parity? Their parity is always positive. അവർക്ക് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് പാരിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. This is very very important. സോ ഒരു ഈവൻ ന്യൂക്ലിയന്റെ കേസിൽ സ്പിൻ ആൻഡ് പാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0+ ആയിരിക്കും. വിച്ച് മീൻസ് സ്പിൻ ഈസ് ആൾവേസ് 0 ആൻഡ് പാരിറ്റി ഈസ് ആൾവേസ് പോസിറ്റീവ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ സ്പിൻ ആൻഡ് പാരിറ്റി ബൈ ചേഞ്ചിങ് ദ ന്യൂക്ലിയ മാറുന്നതിനനുസരിച്ച് സ്പിന്നും പാരിറ്റിയും ചേഞ്ച് ചെയ്യില്ല. എപ്പോൾ? അതൊരു ഈവൻ ന്യൂക്ലിയ ആണ് എന്നുണ്ടെങ്കിൽ, spin is always 0 and parity is always positive. നോക്കിയേ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ കാർബൺ 612. ഈ ഒരു ന്യൂക്ലിയർ നോക്കിയേ, കാർബൺ 612. ഇതിന്റെ കാർബൺ 6 നമുക്ക് ഇവിടെ എഴുതാം കുറച്ച്. ഓക്കെ, കാർബൺ 612. ഇവിടെ നോക്കിയേ, പ്രോട്ടോണിന്റെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 6 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നതും 6 ആണ്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ആൻ ഈവൻ കേസ്. അതൊരു ഈവൻ കേസ് ആണ്.
പിന്നെ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈവൻ കേസ് ആണോ, ദെൻ ഡയറക്ട്ലി വി ഹാവ് ടു റൈറ്റ് ദാറ്റ് സ്പിൻ ആൻഡ് പാരിറ്റി ഈസ് 0+. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ശ്രദ്ധിക്കണം. മേ ബി ചിലപ്പോൾ വെറും 0 എന്നുണ്ടാവും, 0+ ഉണ്ടാവും, 0- ഉണ്ടാവും. ഓക്കെ, അപ്പൊ വെറും 0 എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. അവിടെ എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ, സ്പിൻ മാത്രമേ വന്നിട്ടുള്ളൂ. സോ എന്താണ് നമ്മൾ ഓപ്ഷൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, 0+. പാരിറ്റി എപ്പോഴും പോസിറ്റീവ് ആണ്. വെറും 0 എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് അല്ല, ദാറ്റ് ഇസ് റോങ് ആൻസർ. 0+. ഓക്കെ, സോ സ്പിൻ ആൻഡ് പാരിറ്റി ഈസ് 0+. സോ ഈവൻ കേസ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എന്താണ് ഡയറക്ട്ലി എന്തെഴുതാ, 0+ എന്ന് എഴുതാം, അത് ഏത് ന്യൂക്ലിയർ ആണെങ്കിലും. ഓക്കെ, ഓക്കെ, ഏതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ന്യൂക്ലിയർ സ്പിൻ. ഈവൻ കേസിൽ ന്യൂക്ലിയർ സ്പിൻ ഈസ് ആൾവേസ് 0 ആൻഡ് ദാറ്റ് ഈസ് 0+. കാർബണിന്റെ കേസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഓഡ് കേസ്. ഇപ്പൊ നമ്മള് ഓഡ് ഈവൻ കേസ് ഡിസ്കസ് ചെയ്തു, ഓഡ് ഈവൻ കേസ് ഡിസ്കസ് ചെയ്തു, ഈവൻ കേസ് ഡിസ്കസ്. നെക്സ്റ്റ് ഓഡ് കേസ്, അതായത് ഒരു ന്യൂക്ലിയയില് പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും, രണ്ടും എന്ത് ചെയ്യും, ഓഡ് നമ്പർ ആവും. ഒരു എക്സാമ്പിൾ ഒക്കെ പൊട്ടാസ്യം K1934. സോ പ്രോട്ടോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 19. ന്യൂട്രോൺ നമ്പർ ഈസ് ഈക്വൽ ടു 34 മൈനസ് 19, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഇവിടെ നോക്കിയേ, 19ഉം 15ഉം രണ്ടും എന്താണ്, ഓഡ് നമ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് ബോത്ത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ ഓഡ്. രണ്ടും ഓഡ് കേസാണ്. അപ്പൊ ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച്, നമ്മളിപ്പോ പഠിച്ച ലോജിക്ക് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഓഡ് ആരാണോ അവരെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെ, അവരെയാണ് നമ്മൾ എനർജി സ്റ്റേറ്റിലേക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ബിക്കോസ് ദേ ഡിറ്റർമൈൻ ദ സ്പിൻ. സോ ഈ ഒരു കേസിൽ നമ്മൾ ന്യൂട്രോണെ ഫില്ല് ചെയ്യുമോ അതോ പ്രോട്ടോണെ ഫില്ല് ചെയ്യും? ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ആരെയായിരിക്കും ഫില്ല് ചെയ്ത് കൊടുക്കുക എനർജി സ്റ്റേറ്റിലേക്ക്? എനി ഐഡിയ? സോ ഇങ്ങനത്തെ കേസ് വരുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഓഡ് കേസ് വരുന്ന സമയത്ത് we have to fill both the proton and neutron into the energy states. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും രണ്ടുപേരെയും നമുക്ക് എനർജി സ്റ്റേറ്റിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, രണ്ടുപേരും ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരാളെ മാത്രം ഫിൽ ചെയ്താൽ പോരാ, ബിക്കോസ് നമുക്കറിയാം ഓഡ് ന്യൂക്ലിയോൺ ആണ് സ്പിൻ ആൻഡ് പാരിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നമുക്ക് രണ്ടുപേരെയും എനർജി സ്റ്റേറ്റിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ആദ്യം അവരുടെ കോൺഫിഗറേഷൻ എഴുതാം. സോ ആദ്യം പ്രോട്ടോൺ എത്രയാണുള്ളത്, NP is equal to 16 അല്ലെ, 16, സോറി പ്രോട്ടോൺ 19. സോ 1s 1/2, അതിൽ രണ്ടുപേര്, ദെൻ 1p 3/2, 3/2 മാക്സിമം 4, ദെൻ 1p 1/2, 1p 1/2 മാക്സിമം 2. ഇപ്പൊ എത്രയായി, 4 + 2 6 8. Then 1d 5/2, അതിന്റെ മാക്സിമം 6. So 8 + 6 49. Then അടുത്തത് 2s 1/2, അതില് മാക്സിമം 2. അപ്പൊ എത്രയായി, 14ഉം 16. ഇനി 17 18 19 അല്ലെ. ദാറ്റ് ഈസ് അടുത്ത് വരുന്നവരാണ് 1d 3/2 ആണ്. അതിൽ മാക്സിമം എത്ര വരെ ഉള്ളൂ, 4 വരെ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷെ ഇനി നമുക്ക് ബാക്കി എത്രയേ ഉള്ളൂ, 3 ഉള്ളൂ. ഇപ്പൊ 19 ആയില്ലേ, 2 + 4 + 2 8, 8 + 6 14, 14 + 2 8, 14 + 2 16, 17 18 19. Okay, so this is the configuration നമ്മൾ എനർജി സ്റ്റേറ്റ്സിൽ വരച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എഴുതിയത് തന്നെയാണ്, അത് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വരച്ചു. സോ ഇതാണ് റെഡ് ആണ് നോക്കേണ്ടത്, ഓക്കെ. ദിസ് ഈസ് പ്രോട്ടോൺ. ഓക്കെ, 1s 2, 1p 4, 1/2 then 1d 5/2, then ലാസ്റ്റ് വന്നിട്ടുള്ളത് ഏതിലാണ്, ലാസ്റ്റ് ഇലക്ട്രോണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഇവിടെ 1d 3/2 ഓക്കെ, ഇത് ഏതാണ്, പ്രോട്ടോൺ ആണ് അല്ലെ, പ്രോട്ടോൺ ആണ്, റെഡ് പ്രോട്ടോൺ ആണ്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ആരെയും ഫില്ല് ചെയ്യണം, ന്യൂട്രോണെയും ഫില്ല് ചെയ്യണം. നമുക്ക് എത്ര ന്യൂട്രോൺ ഉണ്ട്, 15 ന്യൂട്രോൺസ് ഉണ്ട്. സോ എങ്ങനെ വരും, 1s 1/2 രണ്ടെണ്ണം വരും. 1p നോക്കി എവിടെ കൊടുത്തിട്ടുണ്ട്, 1p 3/2, 1p 3/2 4 വരും. 1p 1/2 വീണ്ടും 2 വന്നു. സോ അപ്പൊ എത്രയായി, 2 + 4 +
2 8 ആയി. ദെൻ 1d 5/2 ആണ്. അതില് ബാക്കി 6. ഇപ്പൊ എത്ര നോക്കിയേ, 2 + 4 + 2 8 ആയി. 8 + 6 14 ആയി അല്ലെ. ഇവിടെ എത്തിയപ്പോ 14 ആയി. ഇനി നമുക്ക് ഒന്നും കൂടെ മതി. അത് ഇതിൽ നമ്മൾ ഫിൽ ചെയ്യും. 2s 1/2 1. ഓക്കെ ആണോ? ഓക്കെ. ഇപ്പോൾ നമ്മൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും എനർജി സ്റ്റേറ്റ്സിലേക്ക് ഫിൽ ചെയ്തു. ഇനി ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് സ്പിൻ ആൻഡ് പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ OD1 കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്പിന്ന് എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് ന്യൂക്ലിയോണ് അല്ലെങ്കിൽ അൺപെയർ ആയിട്ടുള്ള ന്യൂക്ലിയോണ് ഏത് എനർജി സ്റ്റേറ്റിലാണോ അതിന്റെ എന്താണ് ആംഗുലാർ മൊമെന്റം ആയിരിക്കും സ്പിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ എന്താണ് ലാസ്റ്റ് പ്രോട്ടോണിനെ ഫിൽ ചെയ്തിട്ടുള്ളത് 1d 3/2 ലാസ്റ്റ് ന്യൂട്രോണിനെ ഫിൽ ചെയ്തിട്ടുള്ളത് 2s 1/2 അതായത് നമുക്ക് 1d 3/2 ഉണ്ട്, അതുപോലെ 2s 1/2 ഉണ്ട് അല്ലെ. ലാസ്റ്റ് പ്രോട്ടോണിനെ ഫിൽ ചെയ്തിട്ടുള്ളത് 1d 3/2 ലാസ്റ്റ് ന്യൂട്രോണിനെ ഫിൽ ചെയ്തിട്ടുള്ളത് 2s 1/2 ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്ക് JP അതായത് എന്താണ്, പ്രോട്ടോണിന്റെ ആംഗുലാർ മൊമെന്റം, ലാസ്റ്റ് പ്രോട്ടോണിനെ ഫിൽ ചെയ്തിട്ടുള്ള എനർജി സ്റ്റേറ്റിന്റെ ഇത് എത്രയാണ്, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എത്രയാണ്, 3/2 ആണ്. ഓക്കെ. JP എന്ന് പറയുന്നത് 3/2 ആണ്. ബിക്കോസ് ലാസ്റ്റ് പ്രോട്ടോൺ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ ആംഗുലാർ മൊമെന്റം 3/2 ആണ്. ഇനി JN ലാസ്റ്റ് ന്യൂട്രോണെ ഫില്ല് ചെയ്തിട്ടുള്ള എനർജി സ്റ്റേറ്റിന്റെ ആംഗുലാർ മൊമെന്റം എത്രയാണ്, 2s 1/2 ലാസ്റ്റ് ന്യൂട്രോൺ. അതിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് JPന്റെ വാല്യൂ കിട്ടി, JNന്റെ വാല്യൂം കിട്ടി. ഈ JP എന്താ, JN എന്താ മനസ്സിലായല്ലോ. ലാസ്റ്റ് പ്രോട്ടോൺ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള എനർജി സ്റ്റേറ്റിന്റെ ആംഗുലാർ മൊമെന്റം, അതാണ് JP. ലാസ്റ്റ് ന്യൂട്രോൺ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള എനർജി സ്റ്റേറ്റിന്റെ ആംഗുലാർ മൊമെന്റം, ദാറ്റ് ഈസ് JN. ഈ JPയും JN they are not equal. 3/2 1/2 ഈക്വൽ അല്ലല്ലോ. ദാറ്റ് ഈസ് JP not equal to JN അല്ലെ. JPയും JNും ഈക്വൽ അല്ല. ഇങ്ങനെയുള്ള കേസിൽ JPയും JNും ഈക്വൽ അല്ലാത്ത കേസിൽ JP not equal to JN, JP not equal to JN ആയ കേസിൽ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത്, നമുക്ക് ആ തന്നിരിക്കുന്ന പൊട്ടാസ്യത്തിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി ആണല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പൊട്ടാസ്യത്തിന്റെ സ്പിൻ I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് JP മൈനസ് JN ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് JP മൈനസ് JN. ദാറ്റ് ഈസ് നമുക്കറിയാം. സോ ന്യൂക്ലിയർ സ്പിൻ I ഈസ് ഈക്വൽ ടു പ്രോട്ടോണിന്റെ എത്ര ആംഗുലർ മൊമെന്റം 3/2 ആണ്, മൈനസ് ന്യൂട്രോണിന്റേത് 1/2. സോ 3/2 minus 1/2 is 3 minus 1 2 2/2 that is equal to 1. ഓക്കെ. അപ്പൊ നമുക്ക് സ്പിൻ കിട്ടി. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഓട് കേസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ഫിൽ ചെയ്തു. എന്നിട്ട് അവരുടെ ലാസ്റ്റ് എന്താണ് പാർട്ടിക്കിൾ ഏത് ഷെല്ലിലാണോ അതിന്റെ ആംഗുലാർ മൊമെന്റവും കണ്ടു നോക്കിയപ്പോൾ രണ്ടിന്റെയും ആംഗുലാർ മൊമെന്റം ഡിഫറെന്റ് ആണ്. JPയും JNും ഡിഫറെന്റ് ആണ്. JPയും JNും ഡിഫറെന്റ് ആണെങ്കിൽ ഇതാണ് ന്യൂക്ലിയർ സ്പിൻ കാണാനുള്ള ഇക്വേഷൻ. I is equal to മോഡ് JP മൈനസ് JN. രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ. ഓക്കെ. ആ പോയിന്റ് നോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സ്പിന്ന് കിട്ടി 1. നൗ പാരിറ്റി. എങ്ങനെ ഈ കേസിൽ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ പാരിറ്റി? പാരിറ്റി is equal to minus 1 raised to LP plus LN. അതായത് പാരിറ്റി പൈ is equal to minus 1 raised to എന്താണ്, പ്രോട്ടോൺ ഏതിലായിരുന്നു, 1d 3/2 ലാസ്റ്റ് പ്രോട്ടോണ്, 2s 1/2 ലാസ്റ്റ് ന്യൂട്രോൺ. അപ്പോ എന്താണ് LP എന്ന് പറയുന്നത് P വന്നിരിക്കുന്ന ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം വാല്യൂ എത്രയാണ്, ഡിന്റെ L വാല്യൂ എത്രയാണ്, 2. സോ മൈനസ് 1 raised to 2 ഇൻറ്റു മൈനസ് 1 raised to ലാസ്റ്റ് ന്യൂട്രോൺ വന്നിട്ടുള്ളത് S ഷെല്ലിലാണ്, അതിന്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം നമ്പർ 0. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് അത് കിട്ടും പ്ലസ് അല്ലെ, -1² എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ ഈവൻ പാരിറ്റി. സോ അതുകൊണ്ട് ഇതിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി ഓഫ് പൊട്ടാസ്യം K1934 എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, 1 പ്ലസ്. ദിസ് ഇസ് ദ സ്പിൻ ആൻഡ് പാരിറ്റി ഓഫ് പൊട്ടാസ്യം 1934. ഈ ന്യൂക്ലിയന്റെ സ്പിൻ ആൻഡ് പാരിറ്റി എന്ന് പറയുന്നത് 1 പ്ലസ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു. എന്താണ് ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത്, മോഡ് JP മൈനസ് JN ആണ്. സോ കേസ് എങ്ങനെയായിരിക്കണം, JP എന്ന് പറയുന്നത് JN ഈക്വൽ ആയിരിക്കരുത്. JP നോട്ട് ഈക്വൽ ടു JN ആണ് എന്നുണ്ടെങ്കിൽ
ന്യൂക്ലിയർ സ്പിൻ ഇസ് ഈക്വൽ ടു മോഡ് JP മൈനസ് JN. ഓക്കെ, ദെൻ JP എന്താ JN എന്താ അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് പ്രോട്ടോൺ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള ആ ഷെല്ലിന്റെ ആംഗുലാർ മൊമെന്റം ദാറ്റ് ഈസ് JP, ആൻഡ് ലാസ്റ്റ് ന്യൂട്രോൺ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള ഷെല്ലിന്റെ ആംഗുലാർ മൊമെന്റം ആണ് JN. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് ദാറ്റ് ഈസ് ദ ന്യൂക്ലിയർ സ്പിൻ ഓഫ് ഇൻ സച്ച് കേസസ് ഓഡ് ന്യൂക്ലിയർ കേസ് വെൻ JP നോട്ട് ഈക്വൽ ടു JN. ഓക്കെ, 1+. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയേ. ലിഥിയം 36 നമ്മളിപ്പോ ചെയ്തതുപോലെ ഇതൊരു ഓഡ് കേസാണ്. ലിഥിയം 36 എന്ന് പറയുന്നത് ഒരു ഓഡ് കേസാണ്. കാരണം എന്താ, ലിഥിയം 36 ആണ്. സോ പ്രോട്ടോണും 3 ആണ്, ന്യൂട്രോണും 3 ആണ്. സോ അപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരെയും ഫില്ല് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് എനർജി സ്റ്റേറ്റ് തന്നെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെറിയ നമ്പർ അല്ലേ, നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം സിമ്പിൾ ആയിട്ട് അല്ലെ. സോ ആദ്യം 1s 1/2, then 1p 3/2, then 1p 1/2. സോ നമുക്ക് പ്രോട്ടോണിനെ ഫില്ല് ചെയ്യാം. ഓക്കെ, പ്രോട്ടോണിനെയാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്നത്. എത്ര പ്രോട്ടോൺ ഉണ്ട്? 3. സോ 1s 1/2 2 പ്രോട്ടോൺ, ദെൻ 1p 3/2. ഓക്കെ, 3 ആയി. ഇനി നമ്മൾ അടുത്തത് ന്യൂട്രോണിനെ ഫില്ല് ചെയ്യും. എത്ര ന്യൂട്രോൺ ആണ്? 3 ന്യൂട്രോൺ ആണ്. സോ 1s 1/2 2 ആൻഡ് 1p 3/2 ലാസ്റ്റ് എത്തത്. ഓക്കെ, സോ ഈ കേസ് ഒന്ന് നോക്കിയേ. ഇവിടെ JP എത്രയാണ്, JN എത്രയാണ്? രണ്ടിന്റെയും വാല്യൂ എത്രയാണ്? JP എത്രയാണെന്ന് പറയാൻ പറ്റുമോ? JPയുടെ വാല്യൂ എത്രയാണ് ഈ കേസിൽ? 3/2. യെസ്, JP is equal to 3/2. Then what about JN? JN is also equal to 3/2. അതായത് JPയും JNും ഈക്വൽ ആണ് അല്ലെ. നേരത്തെ കേസിൽ JPയും JNും ഈക്വൽ അല്ലായിരുന്നു. പക്ഷെ ഈ കേസിൽ JPയും JNും ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ സ്പിൻ ആൻഡ് പാരിറ്റി? ഓഡ് കേസ് തന്നെയാണ്, പക്ഷെ അതിൽ തന്നെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. JPയും JNും ഈക്വൽ അല്ലാത്ത കേസും JPയും JNും ഈക്വൽ ആവുന്ന കേസും. സോ ഇങ്ങനെ JPയും JNും ഈക്വൽ ആയി വരുന്ന കേസിൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്പിൻ ആൻഡ് പാരിറ്റി? സിമ്പിൾ ആണ്. ഓക്കെ, JPയും JNും ഈക്വൽ ആണെങ്കിൽ JP is equal to ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത് this is the equation correspond to ന്യൂക്ലിയർ സ്പിൻ. എന്താണ്? മോഡ് JP മൈനസ് JN, മോഡ് JP മൈനസ് JN ലെസ് ദാൻ ഓർ ഈക്വൽ ടു I, ലെസ് ദാൻ ഓർ ഈക്വൽ ടു I, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് JP പ്ലസ് JN. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രം. എന്താണ് ഇവിടുത്തെ JP എന്ന് പറയുന്നത്? എത്രയാണ്? 3/2. 3/2 മൈനസ് 3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I, 3/2 പ്ലസ് 3/2. 3/2 മൈനസ് 3/2 എത്രയാണ്? 0. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 പ്ലസ് 3/2 എത്രയാണ്? 3/2 പ്ലസ് 3/2 is equal to 3. ഓക്കെ, സോ നമ്മളുടെ വാല്യൂസ് നമുക്ക് എത്ര കിട്ടി? I എന്ന് പറയുന്നത് 0ന്റെയും 3ന്റെയും ഇടയിൽ. സ്പിന്ന് നമുക്ക് കിട്ടി. അപ്പൊ സ്പിൻ എന്ന് പറയുന്നത് ഏതൊക്കെ വരാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേ. ദാറ്റ് മീൻസ് സ്പിൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി 0 or 1 or 2 or 3. ഓക്കെ, then what about parity? Parity എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Parity is equal to -1 നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ JP മൈനസ് JP നോട്ട് ഈക്വൽ ടു JNന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ -1 LP പ്ലസ് LN. അപ്പൊ ഇവിടെ -1 എന്താണ് നമ്മളുടെ ലാസ്റ്റ് ഏത് ഓർബിറ്റിൽ ഏത് ഷെല്ലായിരുന്നു? 1p 3/2 ദാറ്റ് ഈസ് L is equal to 1. സോ -1 പ്ലസ് 1 രണ്ടും അതിൽ തന്നെയായിരുന്നു. സോ -1 സ്ക്വയർ ദാറ്റ് ഈസ് ഈവൻ പാരിറ്റി ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്പിൻ ആൻഡ് പാരിറ്റി എങ്ങനെ വരും? 0 പ്ലസ് ഈവൻ പാരിറ്റി ആണ്, അല്ലെങ്കിൽ 1 പ്ലസ്, അതുമല്ലെങ്കിൽ 2 പ്ലസ്, അതുമല്ലെങ്കിൽ 3 പ്ലസ്. സോ ദിസ് ഈസ് ദ സ്പിൻ ആൻഡ് പാരിറ്റി ഓഫ്, നമ്മൾ ആരുടെ കണ്ടെത്തിയത്? ലിഥിയം 36. ഇത് ഏത് കേസാണ്? ഓഡ് കേസാണ്. അതിൽ തന്നെ JP is equal to JN. JP is equal to JN ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്? ന്യൂക്ലിയർ സ്പിൻ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ട് കേസും സെപ്പറേറ്റ് തന്നെ ഓർത്തു വെക്കണം. JPയും JNും ഈക്വൽ അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് മാത്രം കണ്ടാൽ മതി? മോഡ് JP മൈനസ് JN കണ്ടാൽ മതി.
ഇനി രണ്ടും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ we have to use this inequality equation mod jp minus jn less than or equal to I less than or is equal to mod jp plus jn. ഈ കേസ് നോക്കിയേ, ഇത് നമ്മളുടെ ഡ്യൂട്ടീരിയം ആണ് അല്ലെ. സോ ഡ്യൂട്ടീരിയം എന്താണ് 1H2. ഓക്കെ, ഇതിൽ പ്രോട്ടോണിന്റെ എണ്ണം 1 ആണ്, ഓടാണ്. ന്യൂട്രോണിന്റെ എണ്ണം ഓടാണ്. സോ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ഒന്ന് നോക്കിയാൽ അതിന്റെ കോൺഫിഗറേഷൻ ഏതാണെങ്കിൽ 1s1/2. 1s1/2 ഇവിടെ രണ്ടും ഓടാണ്. സോ നമുക്ക് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സെപ്പറേറ്റ് ഫില്ല് ചെയ്യണം. സോ പ്രോട്ടോണിനെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്തു 1. ദെൻ നെക്സ്റ്റ് ന്യൂട്രോണിനെ നമ്മൾ ഫില്ല് ചെയ്തു 1. 1s1/2 1. ഇതല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഈ കേസിൽ ജെ പിയും ജെ എനും ഈക്വൽ ആണ്. ഹിയർ ജെ പി ഈസ് ഈക്വൽ ടു ജെ എൻ ആണ്, റൈറ്റ്. ഇതൊരു ഓട് കേസാണ്, അതൊക്കെ മാത്രമല്ല ഇത് ജെ പി ഈസ് ഈക്വൽ ടു ജെ എൻ കേസാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പിൻ എങ്ങനെ കാണും? മോഡ് ജെ പി മൈനസ് ജെ എൻ ഈക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ജെ പി പ്ലസ് ജെ എൻ. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്ര സിമ്പിൾ ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് മോഡ് ജെ പി മൈനസ് ജെ എൻ. നമ്മൾ എവിടെയായിരുന്നു 1s ഉണ്ടോ? 1s1/2. സോ ജെ പി is equal to 1/2. സോ 1/2 മൈനസ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 പ്ലസ് 1/2. that is എന്ത് വരും? 0. 1/2 minus 1/2 0 less than or equal to I less than or equal to 1/2 plus 1/2 1. ഓക്കെ, പിന്നെ ഏതൊക്കെ ആവാം? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഇനി നമുക്ക് എന്ത് കാണാം? പാരിറ്റി is equal to parity pi is equal to minus 1 raised to LP plus LN. രണ്ടും ഏതിലാണ്? 1s1/2 which means L is equal to 0. So minus L raised to 0, that is equal to even parity. So എന്ത് കിട്ടി നമുക്ക്? 0 പ്ലസോ അല്ലെങ്കിൽ 1 പ്ലസോ. This is the spin and parity of this deuterium. ഓക്കെ, അത് ചെയ്ത് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 0 പ്ലസ് ഓർ 1 പ്ലസ്. ഓക്കെ, ഇനി ഇതൊരു പ്രീവിയസ് എക്സാം ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതൊന്ന് നോക്കിയേ. അക്കോർഡിംഗ് ടു ന്യൂക്ലിയർ ഷെൽ മോഡൽ the respective ground state spin parity values of oxygen 815 and oxygen 817. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പിൻ. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ളത് നിങ്ങൾ പേടിക്കേണ്ട. അതായത് ഒരു എക്സൈറ്റേഷൻ ഉള്ള നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ എന്താണ് ഇലക്ട്രോൺസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. എക്സൈറ്റേഷൻ നടക്കുമ്പോഴല്ലേ മാറ്റം വരുള്ളൂ. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ള വേർഡ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നോക്കാനുള്ള, കാരണം നമ്മൾ എഴുതുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണ് കോൺഫിഗറേഷൻ തന്നെയാണ്, ഷെൽ മോഡൽ തന്നെയാണ് എഴുതുന്നത് അല്ലെ. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പിൻ ആൻഡ് പാരിറ്റി ഓഫ് ഓക്സിജൻ 815 ഓക്സിജൻ 817. ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്കിയാൽ ഓക്സിജൻ അതിൽ ഏത് കേസാണ് വരുന്നതെന്ന് ആദ്യം നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പർ എഴുതുക. ദെൻ അത് ഏത് കേസാണെന്ന് നോക്കുക. ഓഡ് ഈവൺ ആണോ, ഈവൺ ആണോ, അതോ ഓടാണോ. ഓക്കെ, അത് വെച്ചിട്ട് ഇക്വേഷൻസ് കൊടുക്കുക. ഈവൺ ആണെങ്കിൽ പിന്നെ സിമ്പിൾ ആയി അല്ലെ. എന്താണ് സ്പിന്ന് 0യും പാരിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഓടാണെങ്കിൽ ശ്രദ്ധിക്കണം. ഓടാണെങ്കിൽ ഫില്ല് ചെയ്തതിന് ശേഷം നോക്കണം ജെ പിയും ജെ എനും ഈക്വൽ ആണോ എന്നുള്ളത്. അതിനനുസരിച്ച് വേണം നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യാണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. സോ ഓക്കെ, അപ്പൊ നമുക്ക് ഈ കേസ് ഒന്ന് നോക്കാം. ഇവിടെ എന്താണ് ഓക്സിജൻ, ആദ്യത്തെ എന്താണ് ഓക്സിജൻ 815 ആണ്. 815 ആകുമ്പോൾ എന്താണ് പ്രോട്ടോണിന്റെ എണ്ണം 80, ന്യൂട്രോണിന്റെ എണ്ണം 7. സോ ഇതൊരു ഓഡ് ഈവൺ കേസ് ആണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് പഠിച്ച കേസ് ഓഡ് ഈവൺ കേസ്. അപ്പൊ ഓഡ് ഈവൺ കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ആദ്യം ഇവരെ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ 1s1/2 2, ദെൻ അടുത്ത 1p 3/2 4, 4 + 2 6 ആയി. ഇവിടെ നോക്കിയേ, ഇവിടെ ആരാണ് ഓട്? ന്യൂട്രോൺ ആണ്. അപ്പൊ നമ്മൾ ന്യൂട്രോണിനെ മാത്രം ഫില്ല് ചെയ്താൽ മതി. ബിക്കോസ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് സ്പിന്നിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പ്രോട്ടോണിനെ ഫില്ല് ചെയ്യണ്ട. അപ്പൊ 7 ന്യൂട്രോൺസിനെ മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി. സോ 1s1/2 2ഉം 1p 3/2 4ഉം
ഒന്നും കൂടെ വേണം അല്ലെ? ഇപ്പൊ 6 ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഷെൽ ഏതാണ്? 1p 1/2 അവിടെ 1. സോ സ്പിൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ന്യൂട്രോൺ അല്ലെങ്കിൽ ലാസ്റ്റ് ന്യൂക്ലിയോൺ ഫിൽ ചെയ്ത ഷെല്ലിന്റെ ആംഗുലാർ മൊമെന്റം 1p 1/2 നമ്മൾ ലാസ്റ്റ് ന്യൂക്ലിയോണെ ഫിൽ ചെയ്തത്. അതിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/2. ദെൻ പാരിറ്റി എന്ന് പറയുന്നത് -1/L ആണ്. പിന്റെ L വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് പാരിറ്റി 1/2 മൈനസ്. നോക്കി നിങ്ങൾ എത്ര സിമ്പിൾ ആയിട്ട് കിട്ടി. സോ ദ സ്പിൻ ആൻഡ് പാരിറ്റി ഓഫ് ഓക്സിജൻ 815 ഈസ് 1/2 മൈനസ്. ഇനി ഇതുപോലെ നെക്സ്റ്റ് അടുത്ത് നമുക്ക് തന്നിട്ടുള്ള ഏതായിരുന്നു? ഓക്സിജൻ 817 അല്ലെ? ഓക്സിജൻ 817 ആണ് നമുക്ക് അടുത്തായിട്ട് തന്നുള്ളത്. നമുക്ക് ഈ ഓക്സിജൻ 817 ഇതേ തന്നെ കണ്ടെത്തുക. 8 ഓക്സിജൻ എന്താണ്? പ്രോട്ടോൺ എണ്ണം 80, ന്യൂട്രോൺ എണ്ണം 9. ഇവിടെയും ന്യൂട്രോൺ ആണ് എന്ത് ഓഡ് നമ്പർ ആയിട്ടുള്ളത്. സോ ന്യൂട്രോണാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. 1s 1/2 2, 1p 3/2 4, 1p 1/2 2. 4 + 2 6 + 2 8 ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഏതിലേക്ക് കൂടെ പോകണം? 1d 5/2. ഓർഡർ തെറ്റരുത്. 1d 3/2 അല്ല, 1d 5/2. L + S നാണ് എനർജി കുറവ്. സോ 1d 5/2 1. അപ്പൊ മൊത്തം 9 ആയി. സോ സിമ്പിൾ. ഇതൊരു ഓഡ് ഈവൻ കേസ് ആണ്. സോ സ്പിൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ന്യൂക്ലിയോണിനെ ഫിൽ ചെയ്തതിന്റെ ആംഗുലാർ മൊമെന്റം 1d 5/2. സോ സ്പിൻ ഈസ് 5/2. ഇനി പാരിറ്റി ഈസ് -1/L. ഹിയർ എന്താണ്? ഡിയിലാണ്. സോ ഡിന്റെ L വാല്യൂ എന്ന് പറയുന്നത് 2, വിച്ച് ഈസ് ദ ഈവൻ പാരിറ്റി. സോ 5/2 പ്ലസ്. സോ സ്പിൻ ആൻഡ് പാരിറ്റി ഓഫ് ഓക്സിജൻ 817 ഈസ് 5/2 പ്ലസ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മേ ബി അവർ ഓർഡർ തെറ്റിച്ച് തരും. ഇപ്പൊ നമ്മളുടെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം ക്വസ്റ്റ്യനിൽ എന്താണ്? ഓക്സിജൻ 815 ആണ്, പിന്നാണ് ഓക്സിജൻ 817. ദാറ്റ് ഈസ് 1/2 മൈനസ് ആൻഡ് 5/2 പ്ലസ്. ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ അല്ലേ? അതായത് ഓക്സിജൻ 8. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൂടെ നോക്കണം. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഈ ആൻസർ ഇതുപോലെ എഴുതുക പേപ്പറിൽ, എന്നിട്ട് നേരെ ഓപ്ഷനിലോട്ട് പോകും. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓർഡർ തിരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റി അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഇത് തന്നിട്ട് അതിന്റെ രണ്ടിനെ ഫിൽ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പേപ്പറിൽ എഴുതിയതിനു ശേഷം മാത്രം ഓപ്ഷനിലോട്ട് പോകും. സോ 1/2 മൈനസ് ആൻഡ് 5/2 പ്ലസ്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ 3 കേസും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി ഏതൊരു ന്യൂക്ലിയർ കിട്ടിയാലും അതിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. എന്തോ ഈ 3 കേസസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അത് ഈവൺ ഈവണോ, ഓഡോ അല്ലെങ്കിൽ ഓഡ് ഈവണോ. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്പിൻ ആൻഡ് പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. In the following table, various nuclei and their spin parity pi values are listed experimentally measured from their ground state. Okay, ground state. ഇത് കുറച്ച് ന്യൂക്ലിയസുകളാണ്, അവരുടെ സ്പിൻ ആൻഡ് പാരിറ്റി ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ബെറിലിയം. ഇത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഇതുപോലെ നമ്മൾ ഇപ്പൊ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഏതെങ്കിലും നോക്കിയേ, സിർക്കോണിയം ഒക്കെ നോക്കിയേ, ഇവിടെ 40 ഒക്കെയാണ് വരുന്നത്. ദെൻ മറ്റേത് 91. സോ അതുപോലെ എന്താണ് കോപ്പർ, ഇതിന്റെ ഓരോ ആന്റിമണി ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രോട്ടോണിന്റെ എണ്ണം ന്യൂട്രോണിന്റെ എണ്ണം കാണാം. എന്നിട്ട് അത് ഓഡ് കേസാണോ, ഈവൺ കേസാണോ, ഓഡ് ഈവൻ കേസാണോ നോക്കുക. അതനുസരിച്ച് സ്പിന്നും പാരിറ്റിയും കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടിയത്, ആൻസർ കറക്റ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ഇതോ. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് എനർജി ലെവൽസിന്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്പട്സ്, SPP, DS, DFP, ദെൻ FPG. ഈ ഓർഡർ അറ്റ്ലീസ്റ്റ് 1G വരെയെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കൂടെ പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഓർഡർ. അതുപോലെ തന്നെ L + S നാണ് ഹൈ എനർജി. അപ്പൊ അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. 3 പിന്റെ കേസിലാണെങ്കിൽ 3/2 ആണ്, പിന്നെയാണ് 1/2. ഇതുപോലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് വരും. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സ്പിൻ ആൻഡ് പാരിറ്റി ഒരു ന്യൂക്ലിയറിന്റെ കാണാൻ എന്താണ് ന്യൂക്ലിയർ ഫിസിക്സിലെ ഒരു ഷെൽ മോഡലിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാ എക്സാമിനും വരുന്നതാണ്. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു പാർട്ട് ഓക്കെ അല്ലേ? ന്യൂക്ലിയറിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്? Okay, so that's all for today. Thank you. Thank you, ma'am.